നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഇടപെടാതെ ഹൈക്കോടതി. ദിലീപിന് ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. വിചാരണ കോടതി ഉത്തരവിൽ ചില വ്യക്തതകൾ വരുത്തിയാണ് ഹർജി തീർപ്പാക്കിയത്. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും വിചാരണ കോടതിയുടെ നടപടി ഹൈക്കോടതി ശരിവെക്കുകയാണല്ലോ ഉണ്ടായത്. പ്രോസിക്യൂഷനും പറഞ്ഞത് ജാമ്യത്തിൽ നിൽക്കുമ്പോൾ ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വിചാരണ കോടതിയുടെ ഉത്തരവിൽ ചില വ്യക്തതകൾ വരുത്തിയിട്ടാണ് ഈ ഹർജി തീർപ്പാക്കിയതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 2022 ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപ്പീല് സർക്കാർ ഹൈക്കോടതി മുൻപാകെ നൽകുന്നത്. ആ സമയത്ത് ഈ വിചാരണ കോടതി ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഹർജി തള്ളിയിരുന്നു. അതോടൊപ്പം ചില പരാമർശങ്ങളും നടത്തിയിരുന്നു. അതായത് തെളിവ് നശിപ്പിക്കുവാൻ ദിലീപ് ശ്രമിച്ചു, ഒപ്പം തന്നെ സാക്ഷികളെ അപകീർത്തിപ്പെടുത്തും വിധമുള്ള പ്രചരണങ്ങൾ നടത്തി. ഇവയൊക്കെ കാരണം ഈ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ ഈ ഹർജി തള്ളിയ വേളയിൽ വിചാരണ കോടതി പറഞ്ഞത് ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ ഈ ജാമ്യം റദ്ദാക്കാനായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പരാമർശമായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ വേളയിൽ പ്രോസിക്യൂഷൻ ഇക്കാര്യം ഹൈക്കോടതി മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്തു. ജാമ്യം റദ്ദാക്കുന്നതിനൊപ്പം തന്നെ ഈ വിചാരണ കോടതിയുടെ പരാമർശം അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതും ഹൈക്കോടതി മുൻപാകെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഈ ഹർജിയിൽ വിധി പറഞ്ഞ സമയത്ത് ഹൈക്കോടതി ഈ സർക്കാരിന്റെ അപ്പീൽ തീർപ്പാക്കുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടപെട്ടതുമില്ല. മറിച്ച് ഈ വിചാരണ കോടതി നേരത്തെ പ്രോസിക്യൂഷന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ വേളയിൽ പറഞ്ഞിരുന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ അതിൽ ചില വ്യക്തതകൾ വരുത്തിക്കൊണ്ടാണ് സർക്കാരിന്റെ അപ്പീൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ അപ്പീൽ തീർപ്പാക്കിയിരിക്കുന്നത്. അതായത് വിചാരണ കോടതിയുടെ ഉത്തരവിലെ നിരീക്ഷണങ്ങൾ യാതൊരു തരത്തിലും ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കരുതെന്നാണ് ഹൈക്കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നത്. എന്തായാലും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. പിന്നീട് ഈ വിചാരണ ഏകദേശം പൂർത്തിയാകാറായ സാഹചര്യത്തിൽ ഈ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം അത് കൂടുതലായിട്ട് സമ്മർദ്ദം ചെലുത്തുവാൻ പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ മുന്നോട്ട് വന്നിരുന്നില്ല. എന്തായാലും നിലവിൽ വിചാരണ കോടതിയുടെ ഉത്തരവിലെ നിരീക്ഷണങ്ങൾ അതിൽ യാതൊരു തരത്തിലും ഈ കേസിന്റെ വിചാരണയെ ബാധിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.